മൈ ബ്യൂട്ടിഫുൾ സോൾസ് വെരി ഗുഡ് മോർണിംഗ്. ഞാനിത് പോസ്റ്റ് ചെയ്തു വരുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് കഴിയുമെന്ന് അറിയില്ല. സോ നമ്മളുടെ കോൺഷ്യസ് ഷിഫ്റ്റ് സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് തോന്നുന്നു, 5-ാമത്തെ വീഡിയോ ആണ്. സോ ഇന്ന് ഞാൻ ജിമ്മിൽ ഡ്രസ്സിലാണ് നിൽക്കുന്നത്. ജിമ്മ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. സോ ഞാൻ ഇന്ന് മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്ത് 1-2 ടോപ്പിക്സ് എൻ്റെ മനസ്സിൽ വന്നു. 1-2 കോൺസെപ്റ്റ് ഒരു ഐഡിയ, നമ്മൾ എന്താ പറയുക, ഇൻസൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. സോ അത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ഭയങ്കര ഒരു സന്തോഷം ആയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈവൻ എൻ്റെ ഡ്രസ്സ് പോലും മാറ്റാണ്ട്. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ദ പവർ ഓഫ് റിപ്പിറ്റീഷൻ. നമ്മൾ ഒരു കാര്യം തുടർച്ചയായി ചെയ്യുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇൻക്രെഡിബിൾ ചേഞ്ചിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു പവർ, അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് പുരാണ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മഹാഭാരതം, രാമായണം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മറ്റൊരു സ്റ്റോറിയാണ് സത്യസാവിത്രിയുടെ സ്റ്റോറി. അത് ഏതിൽ വരുന്നതാണെന്ന് എനിക്കറിയില്ല, ബട്ട് പണ്ട് അമ്മ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ട്. സോ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ കഥകള്, ആ കഥകളിലുള്ള ഓരോ കാര്യങ്ങള് നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനായിട്ടും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഭഗവത്ഗീത ആയിക്കോട്ടെ, രാമായണം, മഹാഭാരതം, ഇതിലൊക്കെ ഇതുപോലത്തെ ഒരു സീക്രറ്റ്സ് ഉണ്ട്. സോ ഞാൻ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നിട്ടുള്ളൊരു വാക്കാണ് വാൽമീകി. സോ അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത് റിപ്പീറ്റേഷൻ. നമ്മളുടെ ഒരു റൈറ്റ് എനർജിയിലേക്ക് അലൈൻഡ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് വേണ്ട നോളേജ്, നമുക്ക് വേണ്ട ഇൻസൈറ്റ് നമ്മൾ നാച്ചുറലി അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആഗ്രഹത്തിലേക്കുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിലേക്കുള്ള, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു എനർജിയിലേക്ക് അലൈൻഡ് ആയിട്ട് വരിക. നിങ്ങൾ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് തുടങ്ങുക. നിങ്ങൾ ആ ഒരു വേർഷൻ ആവാൻ ശ്രമിക്കുക. ആ ഒരു സമയത്താണ് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസൈറ്റ് കിട്ടുക. സോ ഇന്ന് എനിക്ക് ഈ ഒരു കാര്യം കിട്ടിയതുപോലെ ഇങ്ങനെയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഓരോ അറിവുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഇൻറ്റ്യൂഷൻസ്. നമ്മുടെ ഉള്ളിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവർ ഉണ്ട്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, പക്ഷെ നമ്മൾ ആ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്താണ്, നമ്മളുടെ എനർജി അലൈൻഡ് ആവുന്ന സമയത്താണ് നമ്മൾ ആ ഒരു പവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് അത് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നത്. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? ത്രൂ ഇൻറ്റ്യൂഷൻ, ഇതുപോലത്തെ ഇൻസൈറ്റ്, ഇതുപോലത്തെ തോട്ട്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സറൗണ്ടിങ്ങിൽ കാണുന്ന കാര്യങ്ങളായിരിക്കാം, നമ്മുടെ ലൈഫിൽ വരുന്ന അവസരങ്ങളായിട്ടായിരിക്കാം. ഇങ്ങനത്തെ ആ ഒരു പവർ നമ്മുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു അശരീരി പോലെ ആയിരിക്കാം. ഓരോരുത്തർക്കും അതിശയകരമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു റെസ്പോൺസ് കിട്ടുന്നത്. സോ എന്ത് കാര്യങ്ങൾ വരുന്ന സമയത്തും ആദ്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വരാം. സോ ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ട് അമ്മ ഞങ്ങൾ ചെറുതാവുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കഥ പറഞ്ഞു തരുമായിരുന്നു. ആൻഡ് ആ ഒരു കഥ കേൾക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അമ്മ നോർമലി അവൈലബിൾ ആവാറില്ല. അമ്മ ഒരുപാട് വർക്കും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആ ഒരു സമയത്ത് ചെയ്യുന്നൊരു സ്ത്രീയായിരുന്നു. സോ ആ ഒരു ടൈമിൽ വീട്ടിൽ അങ്ങനെ ഉണ്ടാവുക, ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, വലിയൊരു സന്തോഷമാണ്. സോ അമ്മ പറയുന്ന ഓരോ കഥകളും നമ്മളിങ്ങനെ, ഞാനും എൻ്റെ ഏട്ടനും അപ്പുറം ഇപ്പുറം ഇരുന്ന് ഇങ്ങനെ കഥ കേൾക്കും. അമ്മ നല്ല തടി ഉണ്ടായിരുന്നു. അപ്പം അമ്മയുടെ വയറൊക്കെ പിടിച്ച് കളിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ കഥ കേട്ട് ഉറങ്ങിപ്പോവും. സോ അന്ന് അമ്മ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് വാൽമീകിയുടെ കഥ. വാൽമീകി രാമായണം എഴുതാൻ ഉണ്ടായൊരു സാഹചര്യത്തെ പറ്റി അമ്മ പറഞ്ഞിട്ടുള്ള കഥ. ഇത് പണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി കഥ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, പക്ഷേ കറക്റ്റ് ത്രെഡ് തന്നെയാണ് പറയുന്നത്. മേ ബി പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള ഒരു സാധ്യതയേ ഉണ്ടാവുള്ളൂ. സോ വാൽമീകി രാമായണം എഴുതുന്നതിന് മുൻപ് കൊള്ളയടിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അത്ര റൂഡായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. രാമായണം ഒക്കെ എഴുതുന്നതിന് മുൻപ് വാൽമീകിയുടെ പേര് രത്നാകരൻ എന്നായിരുന്നു. രത്നാകരൻ ഇങ്ങനെ കൊള്ളയടിക്കുന്നത് അയാളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ ഭാര്യ, മക്കളെ, അവർക്ക് വേണ്ട സാമ്പത്തികത്തിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊള്ളയടിക്കുന്നത്. ഒരു ദിവസം നാരദ മഹർഷി അതിലൂടെ വരികയാണ്, കാട്ടിലൂടെ വരികയാണ്. രാമായണ എന്ന് പറഞ്ഞ് വളരെ സമാധാനമായിട്ട് വരുന്ന സമയത്താണ് നാരദനെ രത്നാകരൻ കൊള്ളയടിക്കുന്നത്. ആ ഒരു സമയത്ത് നാരദൻ രത്നാകരനോട് ചോദിക്കുകയാണ്, നീ ഈ ചെയ്യുന്ന പാപത്തിന്റെ കർമ്മങ്ങളൊക്കെ നിന്റെ വീട്ടുകാർ ഏറ്റെടുക്കോ, അവരും പങ്കുവെക്കോ ഈ ഒരു കാര്യം എന്ന് ചോദിച്ചു. അത് രത്നാകരനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു. പക്ഷെ എന്നാലും നാരദനെ കൊള്ളയടിച്ച്
രത്നാകരൻ വീട്ടിലെത്തി ഇതേ ചോദ്യം ഭാര്യയുടെയും മക്കളുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതിന്റെ കർമ്മ നിങ്ങളും പങ്കുവെക്കോ എന്ന് ചോദിക്കുന്ന സമയത്ത് രത്നാകരന്റെ ഭാര്യ പറയും, മക്കള് പറയും, ഞങ്ങൾക്കത് പങ്കുവെക്കാൻ സാധിക്കില്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ വഹിക്കണം, അവരതിൽ പങ്കുചേരില്ല എന്ന് പറയുന്ന സമയത്ത് രത്നാകരന് വലിയ വിഷമാവും. ഓടും നാരദന്റെ അടുത്തേക്ക്, എന്നിട്ട് ചെയ്ത തെറ്റിന് മാപ്പ് പറയും. എന്റെ ഭാര്യയും മക്കളൊന്നും ഞാൻ ചെയ്ത തെറ്റിന്റെ കർമ്മ എടുക്കില്ല എന്ന് പറയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നെ രക്ഷിക്കണം എന്ന് പറയാണ്. ആ ഒരു തിരിച്ചറിവെന്ന് പറയാണ്. സാരമില്ല, നീ രാമ രാമ എന്ന് പറഞ്ഞാ മതി, അത് നിന്റെ എല്ലാ കർമ്മങ്ങളും ഇല്ലാണ്ടാക്കും. പക്ഷെ എന്ത് സംഭവിക്കും? രത്നാകരന് രാമ രാമ എന്ന് പറയാൻ പറ്റില്ല, നാവ് വഴങ്ങുന്നില്ല, അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ വീണ്ടും കുഴപ്പമായി. അപ്പൊ വീണ്ടും രത്നാകരൻ നാരദന്റെ അടുത്ത് പോയിട്ട് പറയും, എനിക്കിത് പറയാൻ പറ്റുന്നില്ല, എന്റെ നാക്ക് വഴങ്ങുന്നില്ല. അപ്പൊ നാരദൻ പറയും, കുഴപ്പമില്ല, നീ അത് തിരിച്ചു പറ എന്ന് പറയും. രാമ രാമ എന്ന് പറയുന്നതിന് പകരം മര മര എന്ന് പറയാൻ പറയും. ഒരു രീതിയിലും പറയും. നാരദൻ 2 മരത്തിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ആ മരം ഈ മരം എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയാൻ പറയും. ഇങ്ങനെ 2 രീതിയിൽ നമ്മൾ ഈ ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനെ രത്നാകരൻ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരാളെ പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് ആ ഒരു വാക്ക് ഉച്ചരിക്കുകയാണ്. മരാമ രാമ, അല്ലെങ്കിൽ ആ മരം ഈ മരം എന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്. അങ്ങനെ പറഞ്ഞ് രത്നാകരൻ വലിയൊരു ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകുകയും ആൻഡ് അത് സ്ലോലി ഉറുമ്പ് കൂട്ടുമല്ലോ, കുറെ ഉറുമ്പുകൾ ചേർന്ന് രത്നാകരന്റെ മേലെ വരെ മൺകൂന ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാരദ മഹർഷി അതിലെ പോകുന്ന സമയത്താണ് ഇതിങ്ങനെ കാണുന്നത്. ആ ഒരു സമയത്ത് ചൊല്ലി അതെപ്പോഴോ രാമ 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 എന്നായിട്ടുണ്ട്. പക്ഷെ എന്നാലും വാൽമീകി അത്ര ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിൽ പോയി, അത്രയും ക്ലെൻസ്ഡ് ആയി, അത്രയും പ്യുവറായി, അത്രയും ട്രാൻസ്ഫോംഡ് ആയി. അപ്പോൾ നാരദൻ അതിലെ പോകുന്ന സമയത്ത് കേൾക്കാണ് രാമ 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 എന്ന് കേൾക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ രത്നാകരനാണ്. അപ്പം നാരദ മഹർഷി പോയി വിളിക്കുന്ന സമയത്താണ് രത്നാകരൻ എണീക്കുന്നത്. അപ്പോഴാണ് നാരദൻ രത്നാകരന് വാൽമീകി എന്ന് പേരിടുന്നത്. എന്തുകൊണ്ടാണ് വാൽമീകി എന്ന് പേരിടുന്നത്? ഈ മൺകൂനനെ വിളിക്കുന്നത് വാൽമീക എന്നാണ്. സോ അതിന്റെ ഉള്ളിലിരിക്കുന്ന ആള് വാൽമീകി എന്ന് പിന്നീട് വാൽമീകിയെ അറിയപ്പെടുകയും ഇങ്ങനെ രാമ 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 ചൊല്ലി അത്രയും ട്രാൻസ്ഫോംഡ് ആയി രാമായണം എഴുതാൻ ഉള്ള ആ ഒരു മാറ്റത്തിലേക്ക് വാൽമീകി വരികയാണ്. ആൻഡ് അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും, അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ ആ മനുഷ്യനെത്തുകയാണ്. ഈ ഒരു കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം ദാറ്റ് ഈസ് ദ പവർ ഓഫ് റിപ്പിറ്റേഷൻ. നമ്മൾ എന്ത് മാറ്റമാണെന്നുണ്ടെങ്കിൽ അത് അഫർമേഷൻ ആയിക്കോട്ടെ, നമ്മൾ സെൽഫായിട്ട് പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അത് ഒരു വ്യക്തിയെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ഓർ ബാഡ് വേ, നല്ലതും ആയിക്കോട്ടെ ചീത്തതും ആയിക്കോട്ടെ. നിങ്ങൾക്കൊരു മാറ്റം വേണം. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ചില കർമ്മകളൊക്കെ ഹീൽ ചെയ്യണം. നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങളെ മാറ്റിയെടുക്കണം. നിങ്ങൾ അങ്ങനെ ഇവോൾവ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഫീഡ് ചെയ്യുക. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകളായിരിക്കാം, നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കാം, പുതിയ ആക്ഷൻ ആയിരിക്കാം. തുടർച്ചയായി അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്ലോലി അതിന് ട്രാൻസ്ഫോം ആവാൻ തുടങ്ങും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് റിപ്പിറ്റേഷൻ. നിങ്ങൾ അങ്ങനെ തുടർച്ചയായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിസ്സാരമായി പോവില്ല. അത് നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് തരും. മനസ്സിലാക്കുക, ഗുഡ് ഓർ ബാഡ്. കാരണം പല ആളുകളും റിപ്പീറ്റഡ് ആയിട്ട് അവരെ തന്നെ സ്പോയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ചെയ്യുന്നുണ്ടായിരിക്കുക, അവരെ തന്നെ സ്പോയിൽ ചെയ്യുന്ന ചിന്തകളിലായിരിക്കാം അവർ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കുക, അവരെ തന്നെ നന്നാക്കാൻ സാധ്യതയില്ലാത്ത ഫീലിങ്സിലായിരിക്കാം അവരെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക, വിശ്വാസങ്ങളിലായിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കുക. ഇതൊക്കെ ആ ഒരു റെപ്യൂട്ടേഷൻ ആണ്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റെപ്യൂട്ടേഷൻ കൊടുക്കേണ്ടത്, എവിടെയാണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കേണ്ടത്, വർക്ക് ഓൺ ഇറ്റ് ഗൈസ്. ട്രസ്റ്റ് മീ, അതൊരിക്കലും നിങ്ങൾക്ക് വെറുതെ ആവില്ല. ഇത് നിങ്ങൾക്കൊരു പുതിയൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സെൽഫ് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് യുവർ കമന്റ്സ് ആർ റിയലി വാല്യുബിൾ. ബിക്കോസ് ഐ വോണ്ട് ടു നോ ഹൗ യു ആർ ഗ്രോയിങ് റൈറ്റ് വിത്ത് മീ. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.